ഹലോ, എൻ്റെ പേര് ഡോക്ടർ സൂരജ് ശങ്കർ. ഞാൻ പട്ടാമ്പി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഇത് ഇന്നലെയാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. അത് എനിക്കല്ല, ലൈക്ക് ഞാൻ അവരുടെ അടുത്ത് എൻ്റെ ഒറിജിനൽ കോപ്പീസാണ്. എൻ്റെ ലൈക്ക് BDS കഴിഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അത്ര ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ 4 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഇത് കോപ്പി എടുത്തിട്ട് കളർ പ്രിൻ്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എനിക്ക് അഡ്മിഷൻ വേണ്ടി കൊടുക്കാനുള്ളതാണ്. പക്ഷെ ഇവർ അത് നേരെ എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ലാമിനേറ്റ് ചെയ്ത് വെച്ചു എൻ്റെ നാട്ടിൽ തന്നെ. ഞാൻ ആ ഷോപ്പിനെ മെൻഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് എനിവേ. പക്ഷേ അതുപോലെ തന്നെ അത്രയും ടെൻഷനിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, യൂട്യൂബിൽ സെർച്ച് ചെയ്ത്, അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ഷോപ്പിൻ്റെ ഒരു പേര് കണ്ടത്. അപ്പോൾ ഒരുപാട് പേര് റിവ്യൂസും കാര്യം കണ്ടു. ഞാൻ ഷോർട്സിലാണ് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഡീലാമിനേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നോക്കി. അപ്പോൾ ഒരുപാട് ടെൻഷനോട് കൂടി ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ വിളിച്ചത്. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ ലൈക്ക് ഒരു ചേച്ചി എടുത്ത് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചാൽ പറഞ്ഞു അത് ഡീലാമിനേറ്റിംഗ് സെൻ്ററാണ്, കോട്ടയാണ്. അപ്പോൾ ഇത് അവർ 100% ഗ്യാരണ്ടിയാണ് പറയുന്നത്. ഇതുവരെ ഞാനൊരു സംഭവം ചെയ്യാൻ പോയിട്ട് എൻ്റെ ആരും ഇതുവരെ 100% ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് അത്രയും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യം ഉണ്ടാവും. ബട്ട് ഞാൻ ഇന്നലെ തന്നെ ട്രെയിൻ കയറി ലൈക്ക് വീട്ടിൽ ചെന്നു. കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നൈറ്റ് തന്നെ 8 മണി ട്രെയിനിൽ കയറി മോർണിംഗ് ഞാനിവിടെ എത്തി. ഇവിടെ നിന്ന് ഞാൻ ഇവരെ അപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെന്നെ ഫ്രീക്വൻ്റ് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മോൻ എത്താറായി, എത്തിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളല്ല ഒരു ഷുവറിറ്റി ആയിരുന്നു. അത്രയും അപ്ഡേഷൻസ് എൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോടൊരു ട്രസ്റ്റ് എനിക്ക് ഓരോ മൊമെൻറ്റും ഡെവലപ്പ് ചെയ്ത് വരേണ്ടിയായിരുന്നു. സോ അത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ പറഞ്ഞാൽ അപ്പോഴത്തെ ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യുന്നത് ആ ഒരു പൊസിഷനിലാണ് എനിക്കിവിടെ ഒരു നമ്പർ കാണുന്നവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞാൻ മോർണിംഗ് കൂടെ എത്തി. എന്നിട്ട് മോർണിംഗ് അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നു രാവിലെ തന്നെ. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് അതിൻ്റെയൊക്കെ അമ്മ എന്നോട് ചോദിച്ചു പോകാറായോ. അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. എനിക്കിവിടെ എത്താനുള്ള എല്ലാ ഹെൽപ്പും അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ എത്തിയപ്പോഴും എനിക്ക് ഒരുപാട് ടെൻഷനാണ്. പക്ഷെ ഇവിടെ കയറി വന്ന് ഞാൻ കണ്ടത് ഭഗവാൻ കൃഷ്ണൻ്റെയും അമ്മയുടെയും ഫോട്ടോ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഒരു പോസിറ്റീവ് എനർജിയാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ബിക്കോസ് ഞാൻ അത്ര ഒരുപാട് ഈശ്വരനെ ഒരുപാട് വിചാരിക്കുന്ന മനുഷ്യനാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്. ബിക്കോസ് എൻ്റെ ഈ ഓരോ മൊമെൻറ്റിലും ഈശ്വരനുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തി. അവരപ്പോഴും ചേച്ചി പറഞ്ഞു മോൻ ടെൻഷൻ ആവണ്ട, ഇതെന്താണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു മോൻ എന്താ ജസ്റ്റ് ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വാ, ഇവിടെ ലുലുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി ലുലു ജസ്റ്റ് പോയി ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഒരുപാട് ടെൻഷനാണ് ഏറ്റവും കൂടുതൽ എനിക്ക്. അവിടെ ചെന്നു. ഞാൻ ചെറുതായിട്ടൊരു കോഫി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് 1-2 ഫ്രണ്ട്സ് വിളിച്ച് അവരോട് സംസാരിച്ചു. എനിക്ക് അവരൊക്കെ ഷെയർ ആക്കാൻ പോലും പേടിയാണ്. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുള്ളൂ നമ്മുടെ ഭാഗത്ത് ആ തെറ്റെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ കൂടി ഞാൻ അവിടെ നിന്നു. അപ്പോഴത്തേക്കാണ് അമ്മ വിളിച്ച സമയത്താണ് കോൾ വന്ന ചേച്ചി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കൊരു ജീവൻ കിട്ടിയൊരവസ്ഥയായിരുന്നു വീണ്ടും. അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഇവിടെ വന്ന് അത് എനിക്ക് സർട്ടിഫിക്കറ്റ് അവരെൻ്റെ കയ്യിൽ തന്നപ്പോൾ ഇതെൻ്റെ 4 സർട്ടിഫിക്കറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 4 സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരു കേടുപാടും കൂടാതെ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചി ചേട്ടനോടും. കാരണം അവരുടെ ആ ഒരു ഉറപ്പ് കൂടിയാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു എൻ്റെ അത്രയും ഇതാകുന്നുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ. Thank you so much. Thank you, Mane.